നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് റോഡിൻ്റെ ഇരു സൈഡുകളിലും ധാരാളം കല്ലറകളെ. ഈ കല്ലറകളെല്ലാം എഴുതിയേക്കുന്നത് തമിഴിലാണ്. ഒരുപാട് തമിഴ്നാട്ടുകാരെ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള തെളിവാണിത്. ഒരു തമിഴ് രീതിയിലുള്ള ഒരു ക്ഷേത്രം നമുക്ക് കാണാവേ. ഇത് ഈ വഴി സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് മുബാർക്ക്. ഹായ്, ഇന്ന് നമ്മൾ പോകുന്നത് ഇടുക്കി ജില്ലയിലെ വണ്ടിപ്പെരിയാറിന് സമീപം സ്ഥിതി ചെയ്യുന്ന സത്രം എന്ന സ്ഥലത്തേക്കാണ്. ഇതാ ഇവിടുന്ന് വഴി രണ്ടായിട്ട് തിരികുകയാണ്. നമുക്ക് പോകേണ്ടത് ഇടത്തേക്കുള്ള വഴിയാണ്. വലത്തേക്ക് വന്ന വഴി കൂടെ പോയാൽ നമുക്ക് പീരുമേട് പരുന്തുംപാറയൊക്കെ പോകാൻ സാധിക്കുകയും നമ്മൾ പോകുന്ന ഈ കാണുന്ന ഇടത്തേക്കുള്ള വഴിയിലൂടെയാണ്. ഈ വഴിക്കാണ് സത്രമൊക്കെ ഉള്ളത്. സത്രത്താണ് എയർ സ്ട്രിപ്പൊക്കെ ഉള്ളത്. വളരെ ഫേമസ് ആയിട്ടുള്ള എയർ സ്ട്രിപ്പാണ്. അതുപോലെ ഈ പോകുന്ന വഴിക്ക് നമുക്ക് ഒരുപാട് തേയിലത്തോട്ടങ്ങളുടെ കാഴ്ചകൾ കാണാൻ സാധിക്കുകയും ഇവിടെ അരണക്കൽ ടീ എസ്റ്റേറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിക്ക് ഒരു ക്ഷേത്രം കണ്ടതാണ്. ഇവിടെ എല്ലാം തമിഴ് രീതിയിലുള്ള ക്ഷേത്രങ്ങളാണ് കൂടുതൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒരുപാട് തമിഴ് വംശജർ ഇവിടെ താമസിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ പോയ ഒരു പ്രതീതിയാണ്. ഒരുപാട് തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാം. ഈ തേയിലത്തോട്ടങ്ങൾ അരണക്കലുള്ളതാണ്. AVTയുടെ കീഴിലാണ് ഈ തേയിലത്തോട്ടങ്ങളുള്ളത്. ഏക്കർ കണക്കിന് സ്ഥലത്താണ് ഇങ്ങനെ തേയിലത്തോട്ടം ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. നല്ല പച്ചപ്പ് നിറഞ്ഞ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഈ അരണക്കലൊക്കെ വന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് അരണക്കലുള്ള AVTയുടെ ഫാക്ടറിയും അതുപോലെ ബംഗ്ലാവൊക്കെ നമുക്ക് കാണാം കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ AVT എന്നൊക്കെ പുല്ലിൽ ചെയ്തു വെച്ചേക്കുന്ന മനോഹരമായ കാഴ്ച കാണാം. താഴെ നിന്ന് ഒരു ട്രാക്ടറൊക്കെ ഇങ്ങനെ ശേഖരിച്ച് കൊളുന്തുമായിട്ട് വരുന്നുണ്ട്. ആ കാഴ്ച നല്ല മനോഹരമായ ഒരു കാഴ്ചയാണ്. തേയിലത്തോട്ടത്തിന് നടുവിലൂടെ വരുന്നൊരു കാഴ്ച സുന്ദരമായ ഒരു കാഴ്ചയാണ്. അപ്പോൾ അതേ നമ്മൾ പോകുന്ന വഴിക്ക് നമുക്ക് ഇവിടെ അരണക്കലുള്ള ചെറിയൊരു ജംഗ്ഷൻ കാണാം. ഇവിടെ ഒരു പള്ളിയുണ്ട്, അതുപോലെ ഒരു പൊതുവിതരണ കേന്ദ്രം, റേഷൻ കടയുണ്ട്. അപ്പോൾ അതെല്ലാം കണ്ട് നമ്മളിതേ സത്രത്തെ ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് കണ്ടതാണ് റോഡിൻ്റെ ഇരു സൈഡുകളിലും ധാരാളം കല്ലറകളെ. ഈ കല്ലറകളെല്ലാം എഴുതിയേക്കുന്നത് തമിഴിലാണ്. അപ്പോൾ ഒരുപാട് തമിഴ്നാട്ടുകാരെ ഇവിടെ ജോലി ചെയ്ത് ജീവിച്ചു മരിച്ചു പോയിട്ടുള്ള തെളിവാണിത്. അപ്പോൾ അതേ നമ്മൾ ആ സിമിത്തേരിയിൽ കണ്ട ശേഷം നമ്മൾ യാത്ര തുടരുകയാണ്. ഒരുപാട് ഹെയർ പിൻ ബെൻഡുകളുണ്ട് ഈ വഴിക്ക്. അതുപോലെ തന്നെ ഓരോ വളവിലും നമുക്ക് ചെറിയ ചെറിയ കോവിലുകൾ പോലെ ചെറിയ ചെറിയ ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുകയും അപ്പോൾ അതേ നമ്മളങ്ങനെ സത്രം ലക്ഷ്യമാക്കി യാത്ര തുടരുകയാണ്. ഈ വഴിക്കൊക്കെ ബസ് സർവീസ് ഉണ്ട്. ഇത് ഈ വഴി സർവീസ് നടത്തുന്ന ഒരു ബസ്സാണ് മുബാർക്ക്. അപ്പോൾ നമ്മൾ വണ്ടിപ്പെരിയാറിൽ നിന്ന് വഴി കാണുന്ന കേട്ടോ. ഇവിടെ ഒരു ക്ഷേത്രം കാണാവേ. അതുപോലെ ഇവിടെ ടീ എസ്റ്റേറ്റിൻ്റെ ഭാഗങ്ങൾ, മേളിലൊരു പള്ളി കാണാം. ഇത് ഇവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ ഭാഗവും. അപ്പോൾ ഈ വഴിയാണ് നമ്മൾ എയർ സ്ട്രിപ്പിലോട്ട് പോകുന്നത് കേട്ടോ. നമുക്ക് എയർ സ്ട്രിപ്പിലോട്ട് പോകാം. ഇവിടുന്ന് അടിപൊളി വഴിയാ. അതെ അതെ, ഈ വഴി താഴേന്നൂടി ഉണ്ടോ സെറ്റായിരുന്നു? നമ്മൾ നേരത്തെ ഇവിടെ എത്തിയത് കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഒരുപാട് വണ്ടികൾ പോകുന്നുണ്ടല്ലേ. വിനോദസഞ്ചാരികളെ കൊണ്ട് ഒരുപാട് വണ്ടികൾ കയറി പോയി. ഓഫ് റോഡ് ജീപ്പുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്. വഴി നല്ലതാകുമ്പോ അവരെ മേടിക്കണം. വഴി നല്ലതാകുമ്പോഴേ അവിടെ താഴെ എന്തോ പുകയുന്നുണ്ടല്ലോ. മാലിന്യ കേന്ദ്രമാണോ അല്ലാതെ? ഇവിടുന്ന് കറങ്ങി അപ്പുറം വരാന്നോട്ടാ പുള്ളി പറഞ്ഞത്. ആ നല്ല കിണ്ണം വഴിയാണല്ലോ. കിട്ടുന്ന വഴിയാ, അടിപൊളി. അവിടെ ബംഗ്ലാവ് പോലെ കാണാമല്ലോ. GST വല്ലതും ആയിരിക്കും. GST വല്ല ബംഗ്ലാവായിരിക്കും. ഇത് വഴി കൊള്ളാം. ഇത് വഴിയേ അടിപൊളി വഴിയാ. വണ്ടി ഓടിക്കാനാണ് ഒരു സുഖമുണ്ട്. വണ്ടി ഓടിക്കാൻ അടിപൊളി. അല്ലെങ്കിൽ നമുക്ക് അട്ടറക്കൂടെ ചാടി അല്ലേ. ഇത് എയർ സ്ട്രിപ്പിന് വേണ്ടിയിട്ട് നന്നായിട്ട് പണിയെടുത്തിട്ട് താഴെ കൂടെ ഒക്കെ വഴി വയ്ക്കുകയും ചെയ്തു. താഴെ നോക്കി അല്ലേ. വഴി ശ്രദ്ധിച്ച് ഓടിച്ചില്ലെങ്കിലേ വഴി നോക്കാതെ ഓടിച്ചാൽ പണി കിട്ടും കേട്ടോ. താഴോട്ട് നോക്കാൻ പോയതാണ്, താഴെ പോയാലേ. മേളൊരു ബിൽഡിംഗ് കാണാമല്ലോ. ആദ്യ വഴി പറഞ്ഞിട്ടൊരു ബിൽഡിങ്. ഏത് നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ കാഴ്ചകൾ. അതെ അതെ, പണി പൂർത്തിയാക്കാത്ത കുറെ. ഇവിടെ കൊണ്ട് ഇങ്ങോട്ട് ഓഫ് റോഡാ. ഇവിടെ കൊണ്ട് ആ സുഖം തീർന്നേ. അതെ അതെ, എത്തിയെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇങ്ങോട്ട് കയറി ചെല്ലാറായും തോന്നുന്നു. എയർ സ്ട്രിപ്പിലോട്ട് കാണുന്ന എയർ സ്ട്രിപ്പ് എവിടെ കണ്ടോ?
ഇവിടങ്ങളിലെല്ലാം കുറേ വീടുകളും എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. അവയെ താമസിക്കുന്നു അല്ലെങ്കിൽ അതിന് പരിപാടികൾ നടക്കുന്നില്ല. അവിടെ മേളിൽ ഓഫ് റോഡ് ജീപ്പുകാരുടെ സംഭവങ്ങൾ നടക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തൊക്കെ ആയിട്ട് മുട്ടക്കുന്നുകളിലും മനോഹരമായ കാഴ്ച. ഒരു പ്രത്യേക രീതിയിലാണ് ഇവിടുത്തെ മരങ്ങളൊക്കെ ഇരിക്കുന്നത്. താഴെയാണ് എയർ സ്ട്രിപ്പ് ഉള്ളത്. NCC കേഡറ്റുകൾക്ക് വേണ്ടി നിർമ്മിച്ച എയർ സ്ട്രിപ്പാണ്. അങ്ങോട്ട് ഇറങ്ങിപ്പോണ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമാണ്. നമ്മളിപ്പോൾ വന്ന വഴി നല്ല വഴിയായിരുന്നു, പക്ഷേ അങ്ങോട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോകുന്നത് ഓഫ് റോഡാണ്. മുഴുവൻ ഉരുളൻ കല്ലുകളൊക്കെയാണ്. അപ്പോൾ അതേ നമ്മൾ ഓഫ് റോഡിലൂടെ കുറച്ച് താഴോട്ട് ഇറങ്ങി വരികയാണ് എയർ സ്ട്രിപ്പ് കാണാനായിട്ട്. ഇവിടെ ഒരു വീടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതന്നെ വീടാണോ? അപ്പോൾ നമ്മൾ സത്രം എയർ സ്ട്രിപ്പിൻ്റെ അടുത്ത് തിരികെയാണ്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിപ്പോകാൻ പറ്റില്ല, ഗേറ്റൊക്കെ പൂട്ടിയിട്ടാക്കുവാണ്. കണ്ടോ, വലിയൊരു ഒട്ടക്കുന്ന് തുറന്നിട്ടാണ് ഈ എയർ സ്ട്രിപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. NCC കേഡറ്റ്സുകൾക്ക് പരിശീലന പറക്കലിന് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ഒരു എയർ സ്ട്രിപ്പാണിത്. 2 തവണ പരിശീലന പറക്കൽ നടത്തിയായിരുന്നു. അല്ല, 1 തവണ മാത്രമേ വിജയിച്ചുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഈ കാണുന്ന ഭാഗത്തെ മണ്ണെടുത്തതിന് ശേഷമാണ് വിമാനം ഇവിടെ ലാൻഡ് ചെയ്യാൻ സാധിച്ചത് കേട്ടോ. ചെറു വിമാനങ്ങൾ മാത്രമേ ഇവിടെ വരികയുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സത്രത്തിലെ എയർ സ്ട്രിപ്പ്. അത്യാവശ്യം നീളമുണ്ടെന്ന് തോന്നുന്നു. 1 കിലോമീറ്ററിന് അധികം നീളമുള്ള ഒരു എയർ സ്ട്രിപ്പാണിത്. അപ്പോൾ നമ്മൾ വീണ്ടും ഈ ജംഗ്ഷനിൽ എത്തി കേട്ടോ. അപ്പോൾ ഈ താഴോട്ട് കാണുന്ന വഴിയിലൂടെയാണ് നമ്മൾ സത്രത്തിലെ ക്ഷേത്രത്തിലേക്കൊക്കെ പോകുന്നത്. നമ്മൾ സത്രത്തിലെ ക്ഷേത്രത്തിലേക്ക് എത്താറായിരിക്കും കേട്ടോ. ഇവിടെ എല്ലാം ഒരുപാട് കടകളും വീടുകളും എല്ലാം ഉണ്ട്. ഇവിടെ ഈ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ കേട്ടോ. ഇവിടെ നിന്നൊക്കെയാണ് ശബരിമലയ്ക്ക് കാനനപാതയിലൂടെ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെടാൻ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അപ്പോൾ മറ്റൊരു മനോഹരമായിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ.